ഹലോ, ആ മുമ്പിലത്തെ തെങ്ങിലാ? അതിൽ തേങ്ങയൊന്നും ആയിട്ടല്ലോ. അതെയാ, ബാക്കിലത്തേല? എന്ത് പറയണ? അത് നിങ്ങളെ മോൻ തേങ്ങ പൊരിക്കാൻ പറഞ്ഞിനി. അതാ ബാക്കിലായിരിക്കും. ബാക്കിലാ? ആ എന്ത് പറയണ ആള് കൂട്ടിട്ട്? അതെന്തോ അനുവിന്റെ വണ്ടി കച്ചവടം ബ്രോക്കർമാർന്ന്. നിങ്ങൾ അങ്ങനെ നോക്കിയൊന്നും വേണ്ട, വണ്ടി നല്ല കണ്ടീഷൻ കേട്ടാ. വണ്ടി കണ്ടീഷൻ തന്നെ. ഹലോ, എടുക്കാല്ലേ? എടുക്കാപ്പാ. അപ്പൊ ഇതിന്റെ RC ഒന്ന് പെട്ടെന്ന് മാറ്റണം. ആർ സി ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ചേഞ്ച് ആക്കാം. നമുക്ക് RT ഓഫീസിൽ ആളുണ്ട്. അതാ അപ്പോ ഇതിന്റെ ബാക്കിയുള്ള ക്യാഷ് എല്ലാം പൈസ എല്ലാം RC ചേഞ്ച് ആക്കി അപ്പൊ തന്നെ ഞാൻ പൈസ എല്ലാം ക്ലിയർ ആക്കും. ഇങ്ങോട്ടേ ഞാനാ? എന്താ? വണ്ടി കച്ചവടക്കാരാ? അതെ. ഒരു വണ്ടി ഉണ്ട് കൊടുക്കുന്നത്, വേണപ്പാ? ഏത്? ആ കാറിനെ. അതല്ലേ? ആ എന്നാ സംസാരിക്കാം നമുക്ക്. നിങ്ങയിൽ വരുന്നോ? നീ എന്ത് തപ്പുന്നത്? ആണോ കൊണ്ട് നോക്കുന്നോ? തുരുമ്പ നിന്റെ പിടിയെല്ലാം പോയിനല്ല. പിടി അപ്പുറത്തെടുത്തിട്ടപ്പ. അപ്പൊ നിങ്ങള് ലാസ്റ്റ് റേറ്റ് എത്ര നിങ്ങൾ പറയുന്നത്? ഞാൻ എന്റെ റേറ്റ് പറയട്ടെ, നിങ്ങളെ വണ്ടി കച്ചവടക്കാരൻ, നിങ്ങളെ റേറ്റ് പറയില്ലേ? എനിക്കിനെ കുറിച്ചൊന്നും അറിയില്ല. ഇപ്പൊ 2015 മോഡൽ വണ്ടിയാണ്. 2005. അതെ. നമുക്കൊരു 2 റുപ്യ അല്ലേ? 2 റുപ്യക്ക് നമുക്ക് ഉറപ്പിക്കാം. 2 ലക്ഷം? 2 ലക്ഷം പോരപ്പാ, ഒരു 3 ലക്ഷം റുപ്യ വേണം. അയ്യോ, 3 ലക്ഷത്തിനൊന്നും കിട്ടില്ല. ഇഷ്ടം പോലെ പണിയുണ്ട്. അതിന് പിടിയില്ല, അലൈൻമെന്റ് ഇല്ല. ഈ പിടി മാറ്റല്ലേ വേണ്ടു, പിന്നെ ലേശ ടയർ കഴിഞ്ഞിന്. അല്ല, 2 റുപ്യക്ക് മുകളിൽ നമുക്ക് എന്തായാലും നടക്കില്ല, മുതലാവില്ല നമുക്ക്. 2 റുപ്യക്ക് ഉറപ്പിക്കുന്നുണ്ട് നമുക്ക് കച്ചവടം. 2.5 റുപ്യ. 2.5? അയ്യോ, 2.5 ഒന്നും കിട്ടില്ല. ഡീസൽ വണ്ടിയും കിട്ടും. ഇത് പെട്രോൾ വണ്ടിക്കൊന്നും മൈലേജ് ഇല്ലല്ലോ. 2.25 ലാസ്റ്റ്. 2 റുപ്യക്ക് ഉറപ്പിക്കുന്നുണ്ട് നമുക്ക് ഉറപ്പിക്കാം. അതിനപ്പുറം കൂട്ടായില്ല. വാ നിങ്ങൾ അങ്ങനെ പോലെപ്പാ. 2 റുപ്യ. 2 റുപ്യ 2 റുപ്യക്കാ 2 റുപ്യ കൂട്ടാൻ പറയുന്നത്. കുറഞ്ഞോ? എന്നാലും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എത്ര വേണം കേട്ടോ? അതിന്റെ ചോദിച്ചല്ലോ എടുക്കണം. ഹലോ, പറടാ. പ്രശാന്തട്ടാ, 2015 മോഡൽ വണ്ടിയുണ്ട്, സ്വിഫ്റ്റ്. അതെയാ? അടിപൊളി വണ്ടി, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. കിടിലൻ വണ്ടി, അധികം ഓടിയിട്ടുമില്ല. എത്ര വയ്ക്കുന്നേ? ഒരു 4 ലക്ഷം പറയുന്നവര്. 4 വയ്ക്കുന്നുണ്ടാ? എന്തും കുറയണ്ടേലേ? ഇല്ലപ്പാ, കുറക്കില്ല. 4 എന്തായാലും കുറക്കില്ല. 4-ന് വേണമെന്നാ പറയുന്നത്. അതെയാ? വണ്ടി എങ്ങനെ, കണ്ടീഷൻ എങ്ങനാ? എനിക്ക് വിശ്വാസമാണ്. അടിപൊളി വണ്ടി. ഓക്കെടാ, എന്നാ ഒരു 10,000 കൊടുക്ക് അഡ്വാൻസ്. 10 കൊടുക്കാം അല്ലേ? ശരി, ഓക്കെ. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. ആയിരം നമ്മളെ വണ്ടി കച്ചവടം ആക്കിലേ. ഇംഗ്ലീഷാ? ഇതാക്കി ഈ 2 ലക്ഷം കയറ്റണ 50,000 കിട്ടിയാ പോരെ? വെറുതെ എന്തിനാ പാവത്തിനെ പറ്റിക്കുന്നത്? നിനക്ക് വണ്ടി കച്ചവടത്തെ കുറിച്ച് അറിയില്ല കേട്ടാ. നിനക്ക് കമ്മീഷൻ വേണ്ടേ? വാ നടക്ക്, ഉണ്ടരുത്. ഇത് 10,000 റുപ്യ ഉണ്ട് അഡ്വാൻസ്. ബാക്കി മൊത്തം ക്യാഷ് ഞാൻ നാളെ രാവിലെ വണ്ടി എടുക്കാൻ വരും, അപ്പൊ തരാം. എണ്ണിക്കോ. ഇതിപ്പോ പൈസ ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. ഒരു വീട്ടിൽ ഇപ്പൊ 2-3 വണ്ടിയല്ലോ. ഒരാൾക്ക് ഒരു വണ്ടി പോരെ അല്ലേ? വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോ വേറെ വണ്ടി കൂടി ഉണ്ട്. വേറെ ഉണ്ടോ? ഇതിന്റെ ബാക്കിലുണ്ട്. വണ്ടി കാറിനെ എന്നാ നോക്കാം. എനിക്കൊരു കൊള്ളമോട്ടൊന്നുമില്ലല്ലോ. കുട്ടാ, നീ നോക്കിക്കോ. ഈ കച്ചവടത്തിൽ ഞാൻ 1 ലക്ഷം പിടിക്കും. ഇത് എന്റെ മൂത്ത മോന്റെ വണ്ടി. ഓൻ ഇത് കൊടുക്കുന്നൊന്നും അറിയില്ല കേട്ടാ. ഏതായാലും നിങ്ങൾ ഇട്ടോളം വന്നേല്ലേ, ഒന്ന് നോക്കിട്ട് പോടും. പറ്റ കരിയും പോകുകയും പിടിച്ചിട്ട് നശീകരണമായിട്ടുണ്ട്. ഏതായാലും വന്നല്ലേ, വാ ഓക്കെ. നിങ്ങൊരു കാര്യാക്ക്, ഓൻ ഏതായാലും ഫോണിൽ വിളിച്ചൊന്ന് ചോദിക്ക്. ആയിക്കോട്ടെ. ഓൻ ഇത് കൊടുക്കുമെന്ന് അറിയാലോ. നിങ്ങൾ നമ്പർ മതി, ഞാൻ വിളിക്കാം. ഇതെന്നെ വണ്ടി. കൊടുത്തു. വണ്ടി കൊടുത്തു. വണ്ടി ഇല്ല. ഇതല്ലേ വണ്ടി? ഇതോ ചെറുപ്പത്തിലേ മേടിച്ചത്. ഇതിന്റെ താക്കോൽ ഉള്ളിലുണ്ട്, ഞാനത് എടുത്തിട്ട് വരാം. ഇട്ടെ, ഇതാ വണ്ടി? ഇതന്നെ. ഒറ്റ പൊടിയുണ്ട്. ഇങ്ങനെന്താ ഇങ്ങനെ പരിധി കളിക്കുന്നേ? അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആക്കി
വീട്ടിലാക്കുന്ന്. എന്തേ? അല്ല നേരത്തെ ആ കാർ പോർച്ചിൽ കിടക്കുന്ന വണ്ടി കച്ചവടമാക്കാണ്ട് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു. വേറൊരു വണ്ടി കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഈ സാധനം കൊണ്ട് കാണിക്കുന്നു. നിങ്ങൾ അല്ലാതെ അയാൾക്ക് പൈസ കൊടുക്കുക. എന്ത്? അയാള് വണ്ടിന്ന് വീണതിന് ശേഷം അയാൾക്ക് പ്രാന്ത് മെന്റലാ? ആ. അപ്പൊ എന്റെ 10,000? 10,000? ആ 10,000 വേണം, എനിക്ക് ജീവൻ വേണം. അയാൾ ഉള്ളിലേക്കല്ലേ പോയത്. ആ. അയാൾ ഇനി എങ്ങനെ തിരിച്ചു വരുന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്തേ? നിൽക്കുക